ഇപ്പണി ഇവിടെ നടപ്പില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാതെ ബാക്കിവെച്ച 2100 കോടിയിലധികം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ഗഡുവായി നൽകാൻ ബാക്കിയിരിക്കെയാണ്. പദ്ധതി വിഹിതത്തിൽ തന്നെ, പുതിയ ബജറ്റ് വിഹിതത്തിൽ തന്നെ 1533 കോടി രൂപയുടെ കുറവ് വരുത്തിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വടകര താലൂക്ക് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നാസർ പേരോട ഉദ്ഘാടനം ചെയ്തു. പലവിധ ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. ജനങ്ങളെയായ ദ്രോഹിക്കുന്നു. ഇപ്പണി ഇവിടെ നടപ്പില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. SDPI സിന്ദാബാദ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം 9215 കോടിയാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പുറത്തു വന്ന കണക്ക് പ്രകാരം 9215 കോടിയിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി ലോക്കൽ ബോഡി ഗവൺമെന്റുകൾ, അതേത് മുന്നണിയുടേതാണെങ്കിലും, അവർ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് ബജറ്റ് വിഹിതത്തിന്റെ കേവലം 27.98% മാത്രമാണ്. അതായത് 2578 കോടി രൂപ മാത്രമാണ് 9215 കോടി രൂപയിൽ ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന ഏകദേശം 6637 കോടി രൂപ വീണ്ടും ജനങ്ങളുടെ അടിസ്ഥാന വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ബജറ്റ് വിഹിതത്തിൽ നീക്കിവെച്ചിരിക്കുന്ന ഫണ്ട് തന്നെ ചെലവഴിക്കാതെ നിൽക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട, അതിന്റെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ അതാത് സമയങ്ങളിൽ ഗവൺമെന്റിനുണ്ടായിട്ടുള്ള പരാജയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഫണ്ട് വിഹിതം ചെലവഴിക്കാതെ ജനങ്ങളുടെ വികസനത്തെ തടഞ്ഞു നിർത്തുന്ന സമീപനങ്ങൾ ഗവൺമെന്റുകൾ അവസാനിപ്പിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ കോർപ്പറേഷന് കഴിഞ്ഞ പ്രാവശ്യം 1445.57 കോടി രൂപ കോർപ്പറേഷൻ പട്ടണങ്ങളുടെ വികസനത്തിന് വേണ്ടി നീക്കിവെച്ചപ്പോ വെറും കേവലം 194.37 കോടി രൂപ മാത്രമാണ് കോർപ്പറേഷനുകൾ ചെലവഴിച്ചിട്ടുള്ളത്. പദ്ധതി വിഹിതത്തിന്റെ 18.59%. എന്നാൽ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 1500 കോടി രൂപ മാത്രമാണ്. 34% മാത്രമാണ് പഞ്ചായത്തുകളിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സംസ്ഥാന ബജറ്റിൽ നിന്ന് വകയിരുത്തിയ ഫണ്ടിന്റെ കേവലം ചെറിയ 30% താഴെ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അവസാനം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 2100 കോടിയിലധികം രൂപ അവസാന ഗഡുവായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കുടിശ്ശികയായി ബാക്കി നിൽക്കുകയാണ്. മൂന്നാമത്തെ ഗഡു നൽകാതെയാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ പോയത്. ഒരു ഗവൺമെന്റ് തുടർച്ചയാണെന്നും കഴിഞ്ഞ ഗവൺമെന്റിന്റെ നടപടികൾ തുടരുകയാണ് ഞങ്ങളുടെ ബാധ്യതയെന്നും നമ്മോട് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന VD സതീശന്റെ ഗവൺമെന്റ് PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിലായിരുന്നാലും വഖഫ് ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതേപോലെ സംഘപരിവാർ പ്രീണന നയം തുടരുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റുകളുടെ നയനിലപാടുകളാണ് ഞങ്ങൾ തുടരുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാതെ ബാക്കിവെച്ച 2100 കോടിയിലധികം രൂപ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ഗഡുവായി നൽകാൻ ബാക്കിയിരിക്കെയാണ് പദ്ധതി വിഹിതത്തിൽ തന്നെ പുതിയ ബജറ്റ് വിഹിതത്തിൽ തന്നെ 1533 കോടി രൂപയുടെ കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പ്ലാൻ പദ്ധതികൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഈ ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ വടകര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രവർത്തക സമിതി അംഗം JB അബൂബക്കർ, വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല, കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് നവാസ് കല്ലേരി, നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തലായി, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സബാദ് VP, രാജേഷ് ഷജീർ എന്നിവർ സംസാരിച്ചു. ബഷീർ KK, റാഷിദ് ചോറോഡ്, റഹീം, ജലീൽ AK, ഷഫീഖ് പുത്തൂർ, മിഷ്ഹാൽ എന്നിവർ നേതൃത്വം നൽകി. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.